നേമത്ത് നടത്തിയതുപോലെയുള്ള പരീക്ഷണം എന്തായാലും ഇക്കുറി ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? നേമത്തെ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തും, അത് സംശയമൊന്നും. പക്ഷെ ഒരു ഹെവി വെയിറ്റിനെ നിർത്താൻ സാധ്യതയില്ല, അത് തീരുമാനിച്ചിട്ടില്ല പാർട്ടി. സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്തായിരിക്കും മാനദണ്ഡം? ഞാൻ ആ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസിലെ ഒരു രീതി എന്ന് പറയുന്നത് ജയിച്ചു വരുന്ന MLA-മാരുടെ ഭൂരിപക്ഷം ആർക്കാണോ അവരായിരിക്കും ലീഡർ എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥി ഹണ്ടിങ് ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, അതാണല്ലോ പറഞ്ഞത്, ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം പിന്നെ ഇതിന് വേണ്ടിയിട്ട് വഴക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാനുള്ളതാണ്. അല്ല, കഴിഞ്ഞ തവണ MLA-മാരുടെ മനസ്സ് കൂടി അറിഞ്ഞിട്ടാണ് തീരുമാനം എടുത്തത് അല്ലേ? കഴിഞ്ഞ കാര്യത്തെ പറ്റി ഞാനിപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറാണ്. അല്ല, ഇനിയും ഞാൻ പറയുന്നത് ജയിച്ചു വരുന്ന MLA-മാരാണല്ലോ അക്കാര്യത്തിൽ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണെങ്കിലും അവർക്കൊരു നിലപാട്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ കോൺഗ്രസിൽ കടിപിടിയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും യോജിച്ച് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടും. നേതാക്കൾ അവർക്ക് താല്പര്യമുള്ള ആളുകളെ മുന്നോട്ട് വെച്ചാൽ അത് ആ തരത്തിലൊരു സംഘർഷത്തിലേക്ക് നയിക്കുമോ? ഇല്ല, നമ്മൾ വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെയാണല്ലോ നിർത്താൻ പോകുന്നത്. ഞങ്ങൾ നിങ്ങളുടെ 2-3 ചർച്ചകൾ കഴിഞ്ഞു, വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ കൊണ്ടുപോകാൻ കഴിയും. അതിലൊരു വ്യക്തി സംഘർഷം ഉണ്ടാവില്ല. കാരണം ആ വ്യക്തി സംഘർഷത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഇവിടെ കോൺഗ്രസും UDF-ഉം അധികാരത്തിൽ വരിക എന്നുള്ളത് ജനങ്ങളുടെ താല്പര്യമാണ്. ജനങ്ങൾ തന്നെ പറയാറുണ്ട്, നിങ്ങളാരും വഴക്കുണ്ടാക്കരുത് എന്ന് ഇങ്ങോട്ട് പറയാറുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. പണ്ട് കോൺഗ്രസിൽ ശക്തമായ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആന്റണിയുടെയും കെ കരുണാകരൻ്റെയൊക്കെ നേതൃത്വത്തിൽ. പക്ഷേ ആ ഗ്രൂപ്പുള്ള കാലത്ത് ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ വളരെ പ്രകടമായ ഗ്രൂപ്പിസം നിലവിലില്ല എന്ന് പറഞ്ഞാൽ 2 ബ്ലോക്കായി ഉള്ള ഗ്രൂപ്പിസം നിലവിലില്ല. പക്ഷേ സാമാന്യ വിഭാഗീയതയൊക്കെ ഉണ്ടാവുമല്ലോ. ഗ്രൂപ്പുള്ള കാലമായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ വിലയിരുത്തുന്ന ആളുകളുണ്ട് നാട്ടിൽ. പക്ഷെ ഞാനിപ്പം അങ്ങനെ വലിയ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഗ്രൂപ്പ് വേണമെന്നുള്ള നിർബന്ധമുള്ള ആളൊന്നുമല്ല. ഞാനങ്ങനെ ഗ്രൂപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളുമല്ല ഇപ്പം. കാരണം അങ്ങനെ എൻ്റെ അനുഭവം അതാണ്. ഇപ്പോൾ ഐ ഗ്രൂപ്പ് ഉണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പില്ല, ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമില്ല. എന്നാലും താല്പര്യമുള്ള നേതാക്കളുടെ ഒരു കൂട്ടായ്മയോ? വ്യക്തികൾക്ക് ആളുകളോട് താല്പര്യം ഉണ്ടാവില്ല, അത് സ്വാഭാവികമാണ്.